ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാം. ഇത് ഡയറ്റിങ്ങിലുള്ളവർക്കും ഷുഗർ പേഷ്യൻറ്റിന് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു സൂപ്പാണ്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 10 തണ്ട് പാലക് ചീര എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. നാടൻ ചീരയോ മുരിങ്ങ ഇലയോ അതുപോലുള്ള ഏതെങ്കിലും ഇലകൾ എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് പാഴ്സലി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഒരു 2 കഷ്ണം കറിവേപ്പില, ഒരു 1/4 ഭാഗം തക്കാളിയാണ് ഇത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഒരല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് നാരങ്ങ നീര്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള് കുരുമുളക് പൊടി, പിന്നെ ഒരു 3 പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ ചെറിയ പീസാക്കി കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചതാണ്. ആവശ്യത്തിന് ഓട്സ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഇത് ഏതെങ്കിലും ഒരു നേരം ഫുഡിന് പകരം കഴിക്കാവുന്ന നല്ലൊരു സൂപ്പാണ്. വെജിറ്റബിൾസും മീനും ഓട്സും എല്ലാം കൂടി ചേരുന്നത് കൊണ്ട് വയറും ഫുള്ളാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മിക്സിയുടെ ബൗളിൽ തക്കാളി ഇടുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത് അരിയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇതിൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അരക്കാൻ വേണ്ടി. ഇനി നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. രണ്ടും ഒരു 1/4 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഈ ഇലകൾ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഓട്സ് തിള അപ്പോൾ നമുക്ക് അരച്ച് വെച്ച തക്കാളിക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇപ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട്. ഇതൊരു 1 മിനിറ്റ് നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. പ്രോൺസിന് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാലക് ചീര ചേർത്ത് കൊടുക്കാം. പാഴ്സലി, പിന്നെ നന്നായി മിക്സാക്കി കൊടുക്കാം. ഈ സൂപ്പിൽ എണ്ണയിലോ ബട്ടറിലോ ഒന്നും വഴറ്റുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഹെൽത്തി ആണെന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേസ്റ്റിയായി കഴിക്കേണ്ടുന്നവർക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ വഴറ്റി ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതിലേക്ക് വെള്ളമൊഴിച്ച് ഓട്സ് ഇട്ട് വേവിച്ച് അങ്ങനെ കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ലെമൺ ജ്യൂസ്, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഇച്ചിരി പുളിയൊക്കെ ആയി കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, എൻ്റെ വെള്ളം കറക്റ്റായിരുന്നു, ആവശ്യത്തിന് ലൂസായിട്ടുണ്ട്. ഇതിന് കുറച്ച് തണുക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക. ഇതുപോലെ പുതിയ പുതിയ റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബൈ.